ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. Hello everyone, I'm Fatima Haya from Dubai. I'm going to take the challenge from Part2 vlogs Krishi2020. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജെർണ എന്നാണ്. ഞാൻ ടെക്ഫ്ലോർ വ്ലോഗിൻ്റെ കൃഷി ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ നടാൻ പോകുന്നത് പയറിൻ്റെയും പാവലിൻ്റെയും വിത്തുകളാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് സമർ, ഇതാണ് അബി. ഇവർ എൻ്റെ നെയ്ബേഴ്സാണ്. ഇന്ന് ഞാൻ പാകാൻ പോകുന്നത് ദില്ലും പാലക്കാണ്. ഇടാൻ പോകുന്നത് സുന്ദരി ചീരയാണ്. കൃഷി ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹായ്. ഹായ് ഫ്രണ്ട്സ്, കൃഷി ചലഞ്ചിൽ ഞാൻ നട്ട കൃഷികൾ കാണിച്ചു തരാം. കുറ്റിപ്പയർ, നമ്മുടെ ആദ്യം നട്ട ലോല, വള്ളിപ്പയർ, കമ്പുകൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് പിടിപ്പിച്ച തക്കാളി. ഇത് മുളച്ച് വരുന്നുണ്ട്. നിത്യവഴുതണെങ്കിൽ കമ്പുകൾ ഊർത്തി കൊടുക്കണം. ഫ്രണ്ട്സ്, എനിക്ക് കിട്ടിയ 2 കർഷക അവാർഡുകൾ. നമ്മൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ എല്ലാവർക്കും പ്രേരണ നൽകാൻ കിച്ചുവിന്റെ ഈ കൃഷി ചലഞ്ച് നിമിത്തമാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. കിച്ചുവിന്റെ കൃഷി ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ ബൈ, സീ യു. നടാമുണ്ട് മത്തങ്ങയും വെള്ളക്കേരിയും കുഴിയാണ്. അപ്പൊ നടാം. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ കൃഷി ചലഞ്ചിൽ ഞാൻ നടാൻ പോകുന്നത് പുതിനയിലയുടെ ഒരു തണ്ടാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് പുതിനയില. അതുപോലെ ഈ വേനൽക്കാലത്ത് നമ്മൾ പുതിനയിലിട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ കറികളുടെ രുചിക്ക് വേണ്ടി പുതിനയില ഉപയോഗിക്കും. തലവേദനയ്ക്കുള്ള വളരെ ഒരു നല്ല മരുന്ന് കൂടിയാണ് പുതിനയില. പിന്നെ ദഹനക്കേട് മാറ്റാനായിട്ട് പുതിനയിലയുടെ ചമ്മന്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലൊരു പുതിനയില നട്ടു വളർത്തേണ്ടതാണ്. നമുക്ക് ഇതിലൂടെ നടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വെള്ളം. ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് കൃഷിയെ അറിയാനും കൃഷിയെക്കുറിച്ചുള്ള ടിപ്സുകൾ പറഞ്ഞ് ഈ കൃഷി ചലഞ്ചിന് അവസരമൊരുക്കിയ കിച്ചുവിനോട് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ കുറച്ച് പച്ചക്കറികളുടെ വിളവെടുപ്പാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഗുണങ്ങളുള്ള ചീരയാണിത്. ആലൂപ്പാല കറി വെച്ച് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ മുറ്റത്ത് തന്നെ പുതിയ പുതിയ വെറൈറ്റിയുമായുള്ള ചലഞ്ചുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ബൈ. 20-ാം ദിവസം പാളയംകുടൻ വാഴ വെട്ടി അതിൻ്റെ പിണ്ടി എടുക്കുകയാണ് വ്യത്യാസം. ഇത് ഞങ്ങൾ മുറിച്ച വാഴയുടെ കൊലയാണ്. പിന്നെ ഇതാണ് വാഴപ്പിണ്ടി. കൃഷി ചലഞ്ച് 20-ാം ദിവസം. ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്നത് ഞാവലാണ്. ഇത് ഞങ്ങൾക്ക് തന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ബിലിച്ചേച്ചിയാണ്. അപ്പൊ കൃഷി ചലഞ്ചിൽ ഞാൻ നടാൻ പോകുന്നത് പുതിനയിലയുടെ ഒരു തണ്ടാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് പുതിനയില. അതുപോലെ ഈ വേനൽക്കാലത്ത് നമ്മൾ പുതിനയിലിട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ കറികളുടെ രുചിക്ക് വേണ്ടി പുതിനയില ഉപയോഗിക്കും. തലവേദനയ്ക്കുള്ള വളരെ നല്ല മരുന്ന് കൂടിയാണ് പുതിനയില. പിന്നെ ദഹനക്കേട് മരുന്നായിട്ട് പുതിനയിലയുടെ ചമ്മന്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊരു പുതിനയില നട്ട് വളർത്തേണ്ടതാണ്. നമുക്ക് ഇതിലൂടെ നടാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഞങ്ങളിന്ന് നടാൻ പോകുന്നതിൽ ഒരുപാട് വിത്തുകളുണ്ട്. ഞാനപ്പോൾ വിത്തുകളെ പരിചയപ്പെടുത്തി തരാം. മത്തൻ, കുമ്പളങ്ങ, വെണ്ടയ്ക്ക. ഇത് 2 തരം വഴുതനങ്ങയാണ്. ഇതിൽ ഉള്ളത് മുളകും പയർ വിത്താണ്. ഇതിൽ എല്ലാ തരം വിത്തുകളുണ്ട്. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത് തണ്ണിമത്തൻ്റെ വിത്താണ്. മുകളിൽ പൊന്തി കിടക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ വിത്ത് നട്ടിട്ടുണ്ട്. എല്ലാവർക്കും ബൈ. ഫ്രണ്ട്സ്, നമ്മുടെ ചലഞ്ചിന് ഗുഡ് ബൈ പറയാനായിട്ട് അനിയന്മാരെ അനിയത്തി എത്തിയിട്ടുണ്ട്. ഈ ചലഞ്ച് ഇവിടെ കഴിഞ്ഞെങ്കിലും ഇനിയും ചലഞ്ച് അപ്ഡേറ്റ്സുമായി ഞാൻ വരും. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.